അതേസമയം മുഖ്യമന്ത്രി തീരുമാനത്തിൽ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു രമേശ് ചെന്നിത്തല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മന്ത്രിസഭയുടെ ഭാഗമായേക്കില്ല, വൈകിട്ടത്തെ MLA-മാരുടെ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കും, സീനിയോറിറ്റി പരിഗണിച്ചില്ല എന്നാണ് ചെന്നിത്തലയുടെ പരാതി. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, മനസാക്ഷി സൂക്ഷിപ്പുകാരനായ വിശ്വസ്തനായ ജ്യോതികുമാർ ചാമക്കാല അല്പസമയം മുമ്പ് പറഞ്ഞത് ചെന്നിത്തലയ്ക്ക് യാതൊരു പരിഭവങ്ങളുമില്ല, പിണക്കവുമില്ല, എല്ലാ 1-ാം തീയതിയും ഗുരുവായൂരിൽ പോകാറുണ്ട്, ആ വഴിയാണ് ഇപ്പോഴും പോയിരിക്കുന്നത്, അദ്ദേഹം ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളെന്നാണോ? അത്ര നിഷ്കളങ്കമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് തോന്നുന്നു സൈഫുദ്ദീൻ. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനകത്ത് അതൃപ്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോ 1-ാം തീയതിയാണ് അദ്ദേഹം ഗുരുവായൂരിൽ പോകുന്നതാണ് എന്ന വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഗുരുവായൂർ ദിവസം തന്നെ, ഈ പ്രധാനപ്പെട്ട ദിവസം തന്നെ പോകുമായിരുന്നോ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അടുത്ത സമയത്തിനകം തന്നെ നിയമസഭാ കക്ഷി യോഗം തുടങ്ങും. 4 മണിയോടുകൂടിയാണ് ആ യോഗം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവരുടെ വിമാനം, അതായത് ACCയുടെ 2 നിരീക്ഷകർ ഉണ്ട്, അജയ് മാക്കനും മുകുൾ വാസ്നിക്കും, പിന്നീട് കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയും ഉണ്ട്, ദീപാദാസ് മുൻഷി. അവർ വരുന്ന വിമാനം, ആ വിമാനം അത് 5:50 മാത്രമേ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുകയുള്ളൂ. 5:50 എത്തിച്ചേർന്നാലും 6:15 മാത്രമേ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 6:15 യോഗം ചേർന്നാലും അധികം നീണ്ടു നിൽക്കില്ല, 15 മിനിറ്റ് നേരമായിരിക്കും ആ യോഗം ഉണ്ടാവുക. 15 മിനിറ്റ് നേരം യോഗം ചേർന്ന് 7 മണിയാണ് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ സമയത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. 7:30 മാത്രമേ ലോക്സഭയിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കാണുകയുള്ളൂ VD സതീശൻ. അതിനൊപ്പം തന്നെ MLA-മാരുടെ പിന്തുണക്കത്ത് നൽകുകയും ചെയ്യും. പിന്നീടാണ് സത്യപ്രതിജ്ഞാ തീയതി അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. സത്യപ്രതിജ്ഞാ തീയതി അടക്കം അത് തിങ്കളാഴ്ച ആയിരിക്കും എന്നുള്ള സൂചനകളാണ് നിലവിൽ അങ്ങനെയുള്ള കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം അധികാരത്തിലില്ലാതിരുന്ന ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടിയായി സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയുള്ള ആലോചനയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ കോൺഗ്രസ് നേതൃത്വം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി ഉണ്ടാകും, കർണാടക മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നുണ്ട്. അവരൊക്കെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വലിയ പരിപാടി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ. ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും ഫോർമുലയോ പാക്കേജും ഒക്കെ ആയിട്ടാകുമോ കേന്ദ്ര നേതൃത്വത്തിന്റെ ദീപാദാസ് മുൻഷിയുടെയും മാക്കന്റെയും ഒപ്പം മുകുൾ വാസ്നിക്കിന്റെയും ഒക്കെ വരവ്? പക്ഷെ ഇന്നിപ്പോ തലസ്ഥാനത്ത് അദ്ദേഹം ഉണ്ടെങ്കിലല്ലേ ആ ഫോർമുല വെച്ച് ഒരു ചർച്ചയൊക്കെ നടക്കും. പക്ഷെ അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹവുമായുള്ള ഒത്തുതീർപ്പ്, അനുനയ ചർച്ചകൾ ഇന്നുണ്ടാകില്ല എന്നർത്ഥം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും വ്യക്തത വരുന്നില്ല സൈഫുദ്ദീൻ. അദ്ദേഹം വീട്ടിലുണ്ടോ എന്ന ചോദ്യത്തിന് പോലും ഉത്തരം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടാണോ ആ ഉത്തരം നൽകാതിരിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഈ 63 MLA-മാരുടെ പിന്തുണക്കത്ത് നൽകുമ്പോൾ അതിനകത്ത് രമേശ് ചെന്നിത്തല, ഹരിപ്പാട് MLA എന്ന പേര് അതിനകത്ത് സ്വാഭാവികമായിട്ട് വേണ്ടിവരും. ആ പിന്തുണക്കത്ത് അദ്ദേഹം നൽകുമായിരിക്കാം. പക്ഷേ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടു നിന്നുകൊണ്ട് തനിക്കുള്ള അതിർത്തി അദ്ദേഹം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം ആ അതിർത്തി രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. കാരണം മുതിർന്ന നേതാവ് എന്ന പരിഗണന തനിക്ക് നൽകിയിട്ടില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. മുതിർന്ന നേതാവെന്ന പരിഗണന തനിക്ക് നൽകണമായിരുന്നു എന്നുള്ള സമ്മർദ്ദതന്ത്രം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഈ സമ്മർദ്ദതന്ത്രം എന്തിനാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും കിട്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് എന്ന ആഗ്രഹം ഉണ്ടാകും. അത് ആഭ്യന്തര വകുപ്പിൽ തന്നെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായി കണക്കാക്കപ്പെടുന്നത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് പിന്നെ വേണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരിക്കാം. അതിന് VD സതീശൻ മറികി നൽകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ സൈഫ് സൂചിപ്പിച്ച പോലെ തന്നെ അതിനകത്തൊരു ഫോർമുല ഉരുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോർമുല അത് ACC നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയായിരിക്കും ആ ഫോർമുല ഉണ്ടാവുക. കാരണം VD സതീശൻ അതിന് വഴങ്ങിയില്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ബാധ്യത കൂടി ACC നേതൃത്വത്തിലുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയ പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാവെന്ന പരിഗണന നൽകിക്കൊണ്ട് VD സതീശനെ ക്ഷമിക്കണം രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകണം എന്നുള്ള തീരുമാനം ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെച്ചാൽ അതിനകത്ത് എതിർപ്പൊന്നും രേഖപ്പെടുത്താനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ അതൊരു വലിയ കല്ലുകടിയായി മാറും എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പോലും 11 ദിവസം കഴിഞ്ഞു. 12ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പോലും. അത് വലിയ അതിർത്തിക്ക്
അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. അതിനിടയിൽ രമേശ് ചെന്നിത്തല വിട്ടുനിൽക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ആഭ്യന്തര വിഷയത്തിൽ അത് മറ്റ് ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടൊരു ഫോർമുല ഒരുപക്ഷെ ഈ വരുന്ന 3 പേരുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ടായിരിക്കും. ആ ഫോർമുല ഫോണിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല, നേരിട്ട് കണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത് എത്രത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ പാതയിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണേണ്ടതാണ്. എന്തായാലും ഒരു ഫോർമുല ഉണ്ടാവും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇല്ലാതെ ഒരു മന്ത്രിസഭ രൂപീകരണം അത് അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ മറ്റ് പല ചർച്ചകൾക്കും വഴിവെക്കും. ഇപ്പോൾ തന്നെ NSS അടക്കമുള്ള സംഘടനകൾ ചില എതിർപ്പുകൾ അവിടെ ഇവിടെയുമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ചില എതിർപ്പുകൾ അവിടെ ഇവിടെയുമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസ്ഥാനം കൂടിയില്ല, അദ്ദേഹത്തെ കാര്യമായ പരിഗണനയില്ലെങ്കിൽ അത് മന്ത്രിസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഭൂരിപക്ഷ സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് തർക്കങ്ങളിലേക്ക് കോൺഗ്രസിനെ കൊണ്ടിടും. അത് കോൺഗ്രസ് പാർട്ടി അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നു. എന്തായാലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളുണ്ടാകുമെന്ന കാര്യത്തിൽ ചെന്നിത്തല എങ്ങനെ അനുനയിപ്പിക്കും, എന്ത് ഫോർമുലയും എന്ത് പാക്കേജുമായിട്ടായിരിക്കും ദീപാദാസ് മുൻഷിയുടെ വരവ് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ.